ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 232 ദിവസം. സൂറത്തുൽ ബഖറ 222. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ് വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുറുൻ ഫഇദാ തതഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. സ്ത്രീകളുടെ മാസമുറയെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു പീഡാവസ്ഥയാകുന്നു. ആ അവസ്ഥയിൽ നിന്ന് ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച വിധം അവരെ സമീപിച്ചുകൊള്ളുക. തിന്മയിൽ നിന്ന് ഏറെയേറെ പിന്മാറുന്നവരെ എത്രയേ അള്ളാഹു സ്നേഹിക്കുന്നത്. വിശുദ്ധി തേടുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. ജൂതരും അഗ്നിയാരാധകരായ മജൂസികളും ആർത്തവകാരികളായ സ്ത്രീകളെ ഏറെ കഷ്ടപ്പെടുത്തുമായിരുന്നു. അവരെ ഇക്കാരണത്താൽ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും താമസ ഭക്ഷണ സൗകര്യങ്ങൾ വിലക്കുകയും പതിവായിരുന്നു. മാസമുറയെക്കുറിച്ച് ഈ ചോദ്യം ആ കാലയളവിൽ സംസർഗം അനുവദനീയമാണോ അല്ലേ എന്ന തലത്തിൽ നിന്ന് മാത്രം ഉയർന്ന ഒരു ചോദ്യമല്ല. ആ കാലയളവിൽ ഭാര്യാഭർത്തൃ സംസർഗം വേദധർമ്മ സംഹിതകളിൽ മാത്രമല്ല, അറേബ്യൻ ജാഹിലിയ പാരമ്പര്യപ്രകാരവും നിഷിദ്ധമായാണ് കരുതപ്പെട്ടിരുന്നത്. അവരുടെ കവിതകളിൽ തത്സംബന്ധമായ പരാമർശങ്ങളുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെടുത്തി ഇതല്ലാത്ത മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവയിലൊക്കെ തീവ്രവും അല്ലെങ്കിൽ ജീർണവുമായ കാഴ്ചപ്പാടുകളും സമീപനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അവർ ഋതുമതികളായാൽ എത്രത്തോളമാണ് അവരോട് അകൽച്ച പാലിക്കേണ്ടത്? അതിൽ നിന്ന് ശുദ്ധി കൈവരിക്കാൻ എന്തെല്ലാം മുറകളും ഉപാധികളുമാണ് പാലിക്കേണ്ടത്? വിവാഹമോചനം, ദീക്ഷാചരണം മുതലായ വ്യവഹാരങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? മുതലായവ ഉദാഹരണങ്ങളാണ്. നിശ്ചയം പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. വൃത്തിയും വെടിപ്പും പുലർത്തുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ പ്രകൃതിയുടെ അതിരുകൾ ലംഘിക്കുന്നവർ വെറുക്കപ്പെട്ടവരാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.